ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള നേപ്പാൾ അവരുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കറൻസി പ്രിന്റ് ചെയ്യുന്നത് ചൈനയെ ഏൽപ്പിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മറ്റ് പല നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ പോലെ തന്നെ നേപ്പാളും ഇപ്പോൾ ചൈനയെ ആശ്രയിച്ചിരിക്കുകയാണ് അവരുടെ കറൻസികൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി. ചൈന ഇപ്പോൾ ലോകത്ത് അമേരിക്കയും ബ്രിട്ടനും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കറൻസി പ്രിന്റിംഗ് മാർക്കറ്റിലേക്ക് വളരെ ശക്തമായിട്ട് ഇടിച്ചു കയറുകയാണ്. നമുക്കറിയാം, മറ്റെല്ലാ മേഖലകളും ചൈന കീഴടക്കി കഴിഞ്ഞു. മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒക്കെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ചൈന ഏകദേശം വളരെ മുൻപന്തിയിലേക്ക്. ഇനിയും വളരെ എന്താ പറയുക, വളരെ കുറച്ച് മേഖലകൾ മാത്രമേ ഒരുപക്ഷെ കാണത്തുള്ളൂ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ പിന്തള്ളി അവർക്ക് മുൻപിൽ വരുവാൻ. ബാക്കി സമസ്ത മേഖലകളും അവർ കൈയടക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന വലിയൊരു സെക്ടർ, അത് എ ടു ഇസഡ് മാനുഫാക്ചറിങ്ങിലും അവർ ഇന്ന് നമ്പർ വൺ ആണ്, ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ പൊതുവെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും, അല്ലെങ്കിൽ ചൈനയുടെ ഈ ഒരു കറൻസി പ്രിന്റ് ചെയ്യുന്ന ഈ കള്ളനോട്ടിൻ്റെ ഇതല്ല, ലീഗലായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ കറൻസി പ്രിന്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ഇന്ത്യയും വെളി രാജ്യങ്ങളിൽ അമേരിക്ക, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ നമ്മുടെ നാസിക്കിലുണ്ടെങ്കിൽ തന്നെയും പല പ്രാവശ്യവും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ കറൻസികൾ പ്രിന്റ് ചെയ്യുന്നത് ഈ യു കെ അല്ലെങ്കിൽ യു എസ് എ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ചൈനയുടെ ഈ കറൻസി പ്രിന്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത മറ്റെല്ലാ മാനുഫാക്ചറിങ്ങിനെ പോലെ തന്നെ ബെറ്റർ ടെക്നോളജി അവർ ഉപയോഗിച്ച് വളരെ ചീപ്പായിട്ട് അവർക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത് അമേരിക്കയുടെയും യു കെയുടെയും ബ്രിട്ടൻ്റെയൊക്കെ അധീനതയിലുള്ള അവരുടെ എന്താണ് ഡോമിനൻസിലുള്ള മാർക്കറ്റിലേക്ക് ഇപ്പോൾ ചൈന ശക്തമായിട്ട് കടന്നുകയറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 43 കോടി നോട്ട്, രൂപയല്ല, 43 കോടി നോട്ട്സ്, യൂണിറ്റ്സ് അത്രയും പ്രിന്റ് ചെയ്യാനാണ് നേപ്പാൾ ഇപ്പം ചൈനയ്ക്ക് ഓർഡർ അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത് ഡീല് ചൈനയുമായിട്ട് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. നേപ്പാളിൻ്റെ നമ്മുടെ RBI പോലെ തന്നെ നേപ്പാൾ രാഷ്ട്ര ബാങ്ക് NRB നവംബർ 7-8 തീയതികളിൽ ഏകദേശം 430 മില്യൺ നോട്ട്സ്, ഏകദേശം 43 കോടി നോട്ടുകൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റാണ് പറയുന്നത്, അതിൻ്റെ വാല്യൂ അല്ല പറയുന്നത്. 43 കോടി അല്ലെങ്കിൽ 430 മില്യൺ നോട്ടുകൾ, അവരുടെ 1000 രൂപയുടെ നോട്ടുകൾ, കാരണം നേപ്പാളിന് റുപ്പിയാണല്ലോ, 1000 റുപ്പി ഡിനോമിനേഷനുള്ള നോട്ടുകൾ 43 കോടി നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ചൈനയുമായിട്ട് ഇപ്പോൾ അവർ ധാരണയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ട് പ്രിന്റിംഗ് കമ്പനി ഉണ്ട്, അതായത് ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയും, CBPMC എന്ന് പറയുന്നത്. ഈ കമ്പനിക്കാണ് ആ ടെൻഡർ കിട്ടിയിരിക്കുന്നത്. 1945 മുതൽ 55 വരെയുള്ള കാലഘട്ടത്തിൽ നേപ്പാളിൻ്റെ എല്ലാ നോട്ടുകളും ഇന്ത്യയുടെ നാസിക്കിലുള്ള ഇന്ത്യ സെക്യൂരിറ്റി പ്രസിലായിരുന്നു പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷവും മാറിയും മറിഞ്ഞുമൊക്കെ തന്നെ ഇന്ത്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ട് പ്രിന്റ് ചെയ്തെടുക്കുന്ന രാജ്യമായിരുന്നു ഈ അടുത്ത കാലം വരെ. 2015 ചൈനയായിട്ട് നേപ്പാൾ ഈ പറഞ്ഞ ഒരു ധാരണയിലെത്തുന്നതും ചൈനയുടെ ഈ പറഞ്ഞ CBPMC എന്ന് പറയുന്ന കമ്പനി നേപ്പാളിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അവർ തുടങ്ങുന്നത്. അതൊരു ഗ്ലോബൽ ടെൻഡർ വഴിയാണ്, കാരണം ഗ്ലോബൽ ടെൻഡർ വഴിയാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. അതിൽ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും ക്വാളിറ്റിയിൽ ആർക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ. ലോകത്ത് ഒത്തിരി രാജ്യങ്ങളൊന്നും ഈ പറഞ്ഞ നോട്ട് പ്രിന്റിംഗ് മേഖലയിലൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ നേപ്പാളിൻ്റെ കറൻസികൾ പ്രിന്റ് ചെയ്യാൻ ചൈന തുടങ്ങിയത്, 2015 മുതൽ. അപ്പം നേപ്പാൾ അല്ലാതെ ശ്രീലങ്ക, മലേഷ്യ, ബാംഗ്ലാദേശ്, തായ്ലൻഡ് ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം കറൻസി ചൈനയിലാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം ഈ കഴിഞ്ഞ സമീപ കാലഘട്ടത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസി പ്രിന്റ് ചെയ്യുന്ന വലിയൊരു ഹബ്ബായിട്ട് ചൈന മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് US-ൻ്റെയും UK-യുടെയൊക്കെ മാർക്കറ്റിന് ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശ് 2010 മുതൽ, ശ്രീലങ്ക 2015 മുതൽ അവരുടെ കറൻസികളെല്ലാം പ്രിന്റ് ചെയ്യുന്നത് ചൈനയിലാണ്. ബംഗ്ലാദേശ് ധാക്ക അവർ 2010 മുതൽ അത് ലോ കോസ്റ്റിലും അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട്, കാരണം എല്ലാ രാജ്യത്തിനും തീർച്ചയായിട്ടും ഏത് രാജ്യം ഏതായാലും അവർക്ക് പ്രത്യേകിച്ച് ഇത് രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി ഫീച്ചേഴ്സും അല്ലെങ്കിൽ നിലവിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജി എവിടെയാണോ ഉള്ളത്
അപ്പോൾ അവിടെയൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യത്തുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് കോസ്റ്റിൻ്റെ ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് അമേരിക്ക, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ടെക്നോളജി വളരെ സുപ്പീരിയർ ആണെങ്കിൽ തന്നെയും അത്രയ്ക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് അവിടെ അവർക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എല്ലാ സെൻട്രൽ ബാങ്കും എല്ലാ രാജ്യത്തെ സെൻട്രൽ ബാങ്കും നോട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ 43 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രാജ്യമായിട്ടുള്ള നേപ്പാളിന് ഇത്രയും വേണ്ടതെങ്കിൽ അതിനേക്കാൾ വലിയ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് അല്ലെങ്കിൽ ശ്രീലങ്ക, ഈവൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്തുമാത്രം കോടി നോട്ടുകൾ വേണ്ടി വരും. അല്ലെങ്കിൽ നോട്ടുകളായിരിക്കും ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നത്. 2015 മുതൽ ശ്രീലങ്കയും ചൈനയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഏകദേശം 2000 മുതൽ ചൈന ആണ് അഫ്ഗാനിസ്ഥാനെ കറൻസി പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആശ്രയിക്കുന്നത്. അപ്പം അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചൈനയെ ആശ്രയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ കറൻസി പ്രിന്റിങ്ങിൻ്റെ വേൾഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തായ്ലൻഡ്, മലേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയ്ക്ക് ചീപ്പായിട്ട് പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന അവരുടെ അഡ്വാൻറ്റേജ് ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ നെയ്ബേഴ്സായിട്ടുള്ള തായ്ലൻഡ്, മലേഷ്യ ഇവരെല്ലാം തന്നെ, നമ്മൾ ശ്രീലങ്കയുടെയും ബാംഗ്ലാദേശിൻ്റെയും നേപ്പാളിൻ്റെയും കാര്യം പറഞ്ഞു, അഫ്ഗാനിസ്ഥാന്, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയിലാണ് അവരുടെ കറൻസി പ്രിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൈനയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തായ്ലൻഡ് 2018 മുതൽ, അതുപോലെ തന്നെ മലേഷ്യ 2010 മുതൽ. ഇപ്പം ഒത്തിരി 10-15 വർഷമായിട്ട് മലേഷ്യ അവരുടെ കറൻസി എല്ലാം ചൈനയിലാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പോളിമർ ബേസ്ഡ് ആയിട്ടുള്ള നോട്ട് പ്രിന്റിംഗ് ആണ്. അപ്പോൾ അതിനകത്തിൽ ഈ എന്താണ് മറ്റേ ഈ കൗണ്ടർഫീറ്റ് കറൻസി ഉണ്ടല്ലോ, നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത്, വ്യാജ കറൻസികൾ, വ്യാജ നോട്ടുകൾ. അപ്പോൾ ആ വ്യാജ നോട്ടുകളുടെ അളവൊക്കെ 50%, എന്ന് വെച്ചാൽ ഇതിനകത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചറൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കള്ളനോട്ടടിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഏകദേശം 50% ഈ കൗണ്ടർഫീറ്റ് കോയിൻസ്, നോട്ട്സിൻ്റെ ഉപയോഗമൊക്കെ മലേഷ്യയിലൊക്കെ കുറഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ സെക്യൂരിറ്റി പ്രിന്റിംഗ്, അതുപോലെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ അകന്നു നിൽക്കാൻ വേണ്ടിയൊക്കെ തന്നെ അവർ ചൈനയെ ആശ്രയിക്കുന്നു. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയെ ആശ്രയിച്ച് തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് നൽകുന്ന ചില ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഭൂട്ടാൻ ഇപ്പോഴും ഇന്ത്യയാണ് ആശ്രയിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യയെ വളരെ വിശ്വസ്തയോടെ ആശ്രയിക്കുന്ന ഒരു രാജ്യം ഭൂട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭൂട്ടാൻ്റെ കറൻസിയൊക്കെ നാസിക് പ്രസ്സിലാണ്, ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് നാസിക്കിലുള്ള ഇന്ത്യയുടെ കറൻസി പ്രിന്റിംഗ് പ്രസ്സിലാണ് ഭൂട്ടാൻ്റെ നോട്ടുകൾ, കറൻസികളെല്ലാം പ്രിന്റ് ചെയ്യുന്നത്. അടുത്ത സമയത്ത് ഭൂട്ടാനും ചിലപ്പോൾ ചൈനയിലേക്ക് അവരുടെ ഈ പറഞ്ഞ കറൻസി പ്രിന്റിംഗ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുള്ളൊരു പോസിബിലിറ്റി ഭൂട്ടാൻ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾ, കാരണം അവർക്ക് ഏറ്റവും ചീപ്പായിട്ട് ബെറ്റർ ക്വാളിറ്റിയിൽ അവർക്ക് തീർച്ചയായിട്ടും കറൻസി പ്രിന്റ് ചെയ്ത് കിട്ടുമെങ്കിൽ അത്, കാരണം കോമ്പറ്റേറ്റീവ് വേൾഡ് അല്ലേ, മാർക്കറ്റിലെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവരുടെ പാകിസ്ഥാൻ്റെ കറൻസി പൂർണ്ണമായിട്ടും ചൈനയെ ഏൽപ്പിച്ചിട്ടില്ല. അവരുടെ ഡൊമസ്റ്റിക് പ്രസ്സിൽ തന്നെയാണ് പാകിസ്ഥാൻ അവരുടെ കറൻസി പ്രിന്റ് ചെയ്യുന്നത്. ചൈനയായിട്ട് ചില കൊളാബറേഷനൊക്കെ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇക്കണോമിക് ടൈംസിന് 2018 റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ ചിലപ്പോഴൊക്കെ ചൈനയുടെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഈ പറഞ്ഞ ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ അവർ ലഭ്യമാക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കാറുണ്ടെന്നല്ലാതെ ബാക്കി പാകിസ്ഥാൻ്റെ നോട്ടുകൾ അവരുടെ ഡൊമസ്റ്റിക് പ്രിന്റിംഗ് പ്രസിൽ തന്നെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. പറഞ്ഞ രാജ്യങ്ങളെപ്പോലെ പാകിസ്ഥാൻ ഇതുവരെ ചൈനയെ കൂടുതലായിട്ട് ആശ്രയിച്ചിട്ടില്ല കറൻസി പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ കംപ്ലീറ്റ് ഔട്ട്സോഴ്സിങ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ മ്യാൻമാർ അവരുടെ നോട്ട് പ്രിന്റിംഗ് ചൈനയാണ് അവർ 2020 അവിടുത്തെ മിലിറ്ററി അട്ടിമറിക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു അട്ടിമറിക്ക് ശേഷം ചൈനയാണ് അവരെ ആശ്രയിക്കുന്നത്. അപ്പം അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ തന്നെ ഈ ഫോറിൻ പ്രിന്റിംഗ് നെസസറി ആക്കി എന്നുള്ളൊരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ശരി, മ്യാൻമാറും ഇപ്പോൾ ചൈനയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ, അഫ്ഗാനിസ്ഥാൻ,
മ്യാൻമാർ, പാകിസ്ഥാൻ ഒരു ചെറിയ പരിധി വരെയൊക്കെ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയാണിപ്പോൾ ഈ കറൻസി പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇക്കണോമിക്കും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള അതുപോലെ സ്ട്രാറ്റജിയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇക്കണോമിക് അതായത് കോസ്റ്റ് വളരെ കുറവായിരിക്കും അവർക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരി പൈസ അവർക്ക് എന്നുവെച്ചാൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ US, UK ഇതുപോലുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് കറൻസി പ്രിന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2016 1000 രൂപയുടെ നോട്ട് പ്രിന്റ് ചെയ്തപ്പോൾ അമേരിക്കൻ കമ്പനികളായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ നേപ്പാളിന് ഏകദേശം $3.76 മില്യൺ സേവിങ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും രാജ്യങ്ങൾ അതേ നോക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ടുള്ള രാജ്യങ്ങൾ എന്നുവെച്ചാൽ വികസിതമല്ലാത്ത ഈ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും അവർക്ക് ഇതിനകത്തിൽ പൈസ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റിനകത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്കത് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ചൈനയെ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളുണ്ട്. അതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കണോമിക് റീസൺസ് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ BRI എന്ന് പറയുന്ന അവരുടെ വലിയ മെഗാ പ്രോജക്റ്റിനകത്തിൽ പങ്കാളികളായിട്ടുള്ള രാജ്യങ്ങളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ബെനിഫിറ്റുകൾ, ഫലങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു ഈ ഇക്കണോമിക് പോളിസിയുടെ അല്ലെങ്കിൽ ഇക്കണോമിക് എന്താണ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ഡിപ്ലോമസിയുടെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. ചുമ്മാ അത് കോസ്റ്റ് കുറഞ്ഞു എന്നുകൊണ്ട് മാത്രം തീർച്ചയായിട്ടും അവർ ചൈനയെ ആശ്രയിക്കാൻ നിർബന്ധമൊന്നുമില്ല. മറ്റു പല കാരണങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയുമായിട്ട് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈനയുടെ ഈ പറഞ്ഞ CBPMC എന്ന് പറയുന്ന കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു കറൻസി പ്രിൻ്ററാണ്. 18,000 തൊഴിലാളികളും അതുപോലെ തന്നെ 10 സെക്യൂറായിട്ടുള്ള ഫെസിലിറ്റി, നോട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതിനകത്തിൽ ഈ ചൈന പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾക്ക് ചൈനയുടെ കളോർഡൻസ് ടെക്നോളജി, അവരുടെ കൈവശമുള്ള ഈ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് നോട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട്. 30 മുതൽ 40% വരെ അവർക്ക് ചിലവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1948 ഈ പറഞ്ഞ ചൈനയുടെ പ്രിന്റിംഗ് കറൻസി പ്രിന്റിംഗ് കമ്പനി ആരംഭിച്ചത്. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ 18,000-ലധികം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൂടുതൽ രാജ്യങ്ങളും ചൈനയിലേക്ക് ഇപ്പോൾ തിരിയുന്നത് കറൻസി പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ കളർ ഡാൻസ് ടെക്നോളജി, കളർ ഡാൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. കളർ ഡാൻസ് ടെക്നോളജി അല്ലെങ്കിൽ ഇതൊരു ഓപ്റ്റിക്കൽ ആൻറ്റി കൗണ്ടർഫീറ്റിംഗ് ഫീച്ചറൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇതിനെ ഈ വ്യാജമാക്കാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള അടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് കറൻസി ബാങ്ക് നോട്ടിൻ്റെയൊക്കെ സെക്യൂരിറ്റി ഇത് വളരെ കൂടുതലായതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾക്ക് ഇതൊരു സുരക്ഷയുടെ അവരുടെ രാജ്യത്തൊക്കെ നമ്മൾ എല്ലാ രാജ്യം നേരിടുന്ന ഒരു പ്രശ്നം അവരുടെ കൗണ്ടർഫീറ്റ് കറൻസിയാണ്. കാരണം കള്ളനോട്ട് എല്ലാ രാജ്യത്തുണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ ഏതൊരു രാജ്യത്തിൻ്റെയും കറൻസിയുടെ ഫീച്ചർ വളരെ മോശമാണെങ്കിൽ, സെക്യൂരിറ്റി ഫീച്ചർ വളരെ മോശമാണെങ്കിൽ അതിനെ പെട്ടെന്ന് കോപ്പി ചെയ്യാൻ സാധിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറുള്ള നോട്ടുകളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന നോട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കൂടുതൽ രാജ്യങ്ങളും ചൈനയെ ഇപ്പോൾ ആശ്രയിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഹോളോഗ്രാഫിക് സെക്യൂരിറ്റി ത്രെഡ്, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടർഫീറ്റ് നോട്ട്സ്, കള്ള നോട്ടുകൾ തടയാൻ, എന്നുവെച്ചാൽ വ്യാജ നോട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും. അതേസമയം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വളരെ മോശമായ കറൻസിയെ പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും നല്ല നോട്ട് ഏതാ കള്ള നോട്ട് ഏതാ തിരിച്ചറിയാനുള്ള സാധ്യത അവിടെ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അത് അറ്റ് ദ സെയിം ടൈം വളരെ ചീപ്പായിട്ടുള്ള കോസ്റ്റിൽ, വളരെ കുറഞ്ഞ ചിലവിൽ ചൈനയ്ക്ക് ഇത് മറ്റവരുടെ മാനുഫാക്ചറിങ് സെക്ടേഴ്സിനെ പോലെ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ അവർക്കത് ഉൽപ്പാദിപ്പിക്കാൻ, പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നത്, മാനുഫാക്ചറിംഗ് അല്ല പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും
രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയെ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകത്ത് ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ പണ്ട് മുതലേ അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു ഇതിൻ്റെ കുത്തക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും മാർക്കറ്റിനെ ഇപ്പോൾ കടന്നാക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ചൈനയുടെ ലോ കോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്കറിയാം, മറ്റ് മാനുഫാക്ചറിങ്ങിൽ അവരെ ലോകത്തെ എങ്ങനെ കീഴടക്കിയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ കറൻസി പ്രിന്റിംഗ് മേഖലയും ചൈന വളരെ ഗ്രാജുവലായിട്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ, സാമ്പത്തികമായിട്ട് ഒത്തിരി പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചൈനയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ കറൻസി സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പോലും ബ്രിട്ടനിലുള്ള കമ്പനികളെയൊക്കെ ആശ്രയിച്ച് കറൻസി പ്രിന്റ് ചെയ്യുന്ന ഒരു ഇപ്പോഴൊരു പക്ഷേ നടക്കുന്നുണ്ടായിരിക്കും പല സമയങ്ങളിലും. നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കുള്ള കറൻസികൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെയാണോ പ്രിന്റ് ചെയ്യുന്നത് നമുക്ക് അത്ര വ്യക്തമല്ല. എന്നാലും നേരത്തെ നമ്മൾ ബ്രിട്ടനിലുള്ള വലിയ കമ്പനികളൊക്കെ ഇന്ത്യ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ കറൻസി പ്രിന്റിംഗ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 50% ഇതിനകത്തിൽ കുറവുണ്ട്. ഇപ്പം ഉദാഹരണമാണ്, ഇപ്പോൾ ഒരു പിന്നെ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കറൻസി പ്രിന്റ് ചെയ്യാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ $1 വന്നിരിക്കട്ടെ. അപ്പോൾ അതിനകത്തിൽ ചൈനയിൽ അത് സെയിം ടൈം ഈ കറൻസി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 സെന്റിൽ അത് നമുക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി വിലയ്ക്ക് ചൈനയിൽ അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റിയും മോറോർലെസ് ഏറെക്കുറെയൊക്കെ സെയിം ആണ്. കാരണം ടെക്നോളജിയുടെ കാര്യത്തിലും ചൈന പല മേഖലകളിലും ഇപ്പോൾ മുൻപന്തിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല ഡെവലപ്പിംഗ് രാജ്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ അമേരിക്ക, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ചൈനയെ ആശ്രയിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞൊരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ചെലവ് കുറച്ച് പ്രിന്റ് ചെയ്യാൻ സഹായകരമായിട്ടുള്ള രീതിയിലുള്ള മെച്ചപ്പെട്ട ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കാതെ അവർക്ക് തീർച്ചയായിട്ടും ഈ മാർക്കറ്റിൽ ചൈനയോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. ചൈന ശരിക്കും പറഞ്ഞൊരു കോമ്പറ്റീറ്റർ ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനുമാണ്. അമേരിക്ക അവരുടെ കറൻസികളെല്ലാം ആഭ്യന്തരമായിട്ട് പ്രിന്റ് ചെയ്യുകയാണ്. US ബ്യൂറോ ഓഫ് എൻഗ്രേവിംഗ് ആൻഡ് പ്രിന്റിംഗ് എന്ന് പറയുന്ന അവരുടെ സ്ഥാപനമാണ് അമേരിക്കയുടെ കറൻസി പ്രിന്റ് ചെയ്യുന്നത്. ചൈനയ്ക്ക് ഇപ്പോൾ ഏകദേശം 11% ഗ്ലോബൽ ഷെയർ ഉണ്ട് ഈ കറൻസി പ്രിന്റിംഗ് മാർക്കറ്റിൽ. അപ്പോൾ അത് ഓരോ ദിവസം കഴിയുന്നതിൽ അത് വർദ്ധിച്ചു വരികയാണ്. കാരണം കൂടുതൽ ഇതുപോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇനിയിപ്പോൾ ആഫ്രിക്കയിലൊക്കെ ഒത്തിരി രാജ്യങ്ങളൊക്കെ ഒരുപക്ഷേ ചൈനയെ ആശ്രയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യങ്ങൾ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങൾ തീർച്ചയായിട്ടും ചൈനയെ ആശ്രയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ മാർക്കറ്റ്, ഈ മേഖലയിലുള്ള മാർക്കറ്റ് കുത്തനെ ഇടിയുന്നൊരു എന്താ പറയുന്നത് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന് പറയുമ്പം അവരുടെ ഈ ഡിലാറു ഇത് ഏറ്റവും വലിയൊരു കമ്പനി. പണ്ട് ഇന്ത്യയുടെ നോട്ടുകളൊക്കെ, ഇന്ത്യയുടെ കറൻസികളൊക്കെ ഈ പറഞ്ഞ കമ്പനി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ കമ്പനിയാണ്, കറൻസി പ്രിന്റിംഗ് കമ്പനിയാണ്. ഏകദേശം 140-ൽ പരം രാജ്യങ്ങളുടെ കറൻസികൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. 2011 ലിബിയൻ ക്രൈസിസിലെ മുഹമ്മദ് ഖദാഫിയുടെയൊക്കെ ആ സമയത്ത് ഏകദേശം 1.5 ബില്യൺ ലിബിയൻ ദിനാർ അവർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് പല രാജ്യങ്ങളും ഈ റിസ്ക് ഒക്കെ ഭയന്ന് ചൈനയെ ആശ്രയിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ഈ പറഞ്ഞ കറൻസി പ്രിന്റിംഗ് പൊളിറ്റിക്സിൽ കൂടെ അവരുടെ ഇക്കണോമിക് ഇൻഫ്ലുവൻസ്, അവരുടെ സോഫ്റ്റ് പവർ സ്ട്രാറ്റജി ഉപയോഗിച്ച് അവരുടെ ഇക്കണോമിക് ഇൻഫ്ലുവൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കറൻസി പ്രിന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഒത്തിരി തന്ത്രപരമായിട്ടുള്ള പ്രയോജനങ്ങളുണ്ട് ആ രാജ്യത്തെന്ന് പറഞ്ഞാൽ. ഏകദേശം സൗത്ത് ഏഷ്യയിലുള്ള 70% ഡെവലപ്പിംഗ് രാജ്യങ്ങളും ഇപ്പോൾ ചൈനയാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, പലതരത്തിലുള്ള സോഷ്യൽ അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചൈനയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ചൈനയ്ക്ക് ഈ പറഞ്ഞ കറൻസി പ്രിന്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു മേഖലയിലേക്കും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറഞ്ഞ ചിലവിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കറൻസി പ്രിന്റ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ തീർച്ചയായിട്ടും രാജ്യങ്ങൾ ചൈനയെ ആശ്രയിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. അപ്പം ഇത് നമുക്കറിയാം, ഏതൊരു രാജ്യത്തിൻ്റെയും സ്വതന്ത്ര പരമാധികാരത്തെ നമ്മൾ ഈ കൊണ്ടുപോയി വിലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. ഇല്ലേ? ഈ അത് ആ രാജ്യത്തിന് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും, വേണമെങ്കിൽ പല രീതിയിലും. ഇപ്പം ഇന്ത്യയുടെ കറൻസിയും ഈ ബ്രിട്ടൻ്റെ ഡിലാറു പ്രിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന് വേണ്ടി അവർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്ത് പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ഏഹ്, ഉണ്ടാകാൻ പോകുന്ന ഈ ക്രൈസിസ്. കാരണം പാകിസ്ഥാൻ ഓൾറെഡി ഇന്ത്യയുടെ നോട്ടുകൾ, കള്ളനോട്ടുകൾ, വ്യാജ നോട്ടുകൾ അടിച്ച് ഇന്ത്യ ഇല്ലേ അവരത് ഏഹ്, വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് ഈ ഫോറിൻ രാജ്യങ്ങളെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രാജ്യത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രീലങ്കയ്ക്ക് ഇങ്ങനൊരു ട്രാപ്പ് പറ്റിയതാണ്. കാരണം അവർക്ക് $7 ബില്യൺ ലോണ് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ചൈന അവരുടെ ഈ അംബാൻ ടോട്ട പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 99 വർഷത്തേക്ക് 2011 ലീസിനല്ല, ആ, 99 വർഷത്തേക്ക് അവർ അതിൻ്റെ കൺട്രോൾ ഏറ്റെടുത്താണ്. അപ്പം അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ ഭാവിയിൽ ചൈനയിൽ നിന്നും പ്രതീക്ഷിക്കാം. കാരണം അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തന്നെ അവരുടെ സാമ്രാജ്യ താല്പര്യങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ തന്നെ ചൈനയും തീർച്ചയായിട്ടും നാളെ ഓരോരോ രാജ്യങ്ങളുടെ മുകളിലും അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ കൺട്രോൾ, നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ള കാര്യം സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നേപ്പാള് ഇപ്പോൾ ചൈനയ്ക്ക് ഈ നോട്ട് കറൻസി പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. നമുക്കറിയാം ഇപ്പോൾ ചൈന ഇപ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ സമീപ പ്രദേശത്തുള്ള അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയവും പൊളിറ്റിക്കലും ഇക്കണോമിക്കായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് അവർ നോട്ട് കറൻസി പ്രിന്റ് ചെയ്യുന്നത് മാറ്റുവാൻ വേണ്ടി 2020 ജൂൺ 18 നേപ്പാൾ ഒരു പുതിയ പൊളിറ്റിക്കൽ മാപ്പ് ഇറക്കിയിരുന്നു. അതിനകത്തിൽ പല മേഖലകളും നേപ്പാളിൻ്റെയാണ് എന്നുള്ള രീതിയിലാണ് അവർ മാപ്പ് പുതിയതായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ തന്നെ നേപ്പാളിൻ്റെ ഭാഗങ്ങളാണെന്നും പറയുന്നത്. ഒരുപക്ഷെ ചൈനയുടെ ഒരുപക്ഷെ സ്വാധീനത്തിൻ്റെ അല്ലെങ്കിൽ ചൈന കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കും നേപ്പാൾ അങ്ങനെ ഇന്ത്യയുടെ ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും നേപ്പാളിനെ പോലെ ഏറ്റവും ചെറിയൊരു രാജ്യം, ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രാജ്യം ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആവശ്യത്തിന് വേണ്ടി നേപ്പാളിൻ്റെ ഭരണഘടനയെ അവർ മാറ്റി എഴുതുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ചില പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചെങ്കിലും പിന്നെ അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര വലിയ സുഖകരമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള പല മേഖലകളും ഇന്ത്യക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചൈനയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് പല മേഖലകളിലും പല കാര്യങ്ങളിലും വളരെ എന്താണ് പറയുന്നത് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പം നോട്ട് പ്രിന്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും നമുക്കറിയാം ഇന്ത്യക്ക് ഇതുവരെ ചൈനയ്ക്കൊപ്പം എത്താനോ അല്ലെങ്കിൽ അവരെത്തിയതിൻ്റെ ഒരു പകുതി വഴിക്ക് പോലും എത്താൻ നമുക്കിത് സാധിച്ചിട്ടില്ല. ഇന്ത്യൻ റുപ്പി പ്രിന്റ് ചെയ്യാന്നുള്ള മറ്റൊരു ഫോക്കസ് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ കറൻസി പ്രിന്റ് ഇറക്കുന്നതല്ല. അല്ല, മറ്റു രാജ്യങ്ങളിലെ കറൻസി പ്രിന്റ് ചെയ്ത് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇതുവരെ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ചൈനയെക്കാളിലും 20% മുതൽ 30% വരെ ചെലവ് കൂടുതലാണ് എന്നാണ് പല രാജ്യങ്ങൾക്കും കാണുവാൻ കഴിയുന്നത് ഇന്ത്യയിൽ കറൻസി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയിലെ കറൻസി പ്രിന്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഈ ചൈനയിലേക്ക് മാറുവാനുള്ള കാരണം നമ്മൾ ഈ ഓൾഡ് നോട്ടുകൾ, അതുപോലെ തന്നെ ഹൈ കോസ്റ്റ്, ലാക്ക് ഓഫ് ടെക്നോളജി എന്നുവെച്ചാൽ ഈ പഴയ നോട്ടുകൾ മാറാനുള്ള കാലതാമസം, കൂടുതൽ ചെലവ്, ടെക്നോളജിക്ക് സാങ്കേതികപരമായിട്ടുള്ള മികവോ മെച്ചമോ ഒന്നും നമുക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളും നമ്മളെ ആശ്രയിക്കേണ്ട പല രാജ്യങ്ങളും തീർച്ചയായിട്ടും ചൈനയെ ആശ്രയിക്കുന്നതിനുള്ള കാരണമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രാജ്യത്തിൻ്റെ കറൻസി പ്രിന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആ രാജ്യത്തെ സംബന്ധിച്ച് മറ്റെല്ലാ കാര്യങ്ങളും
പിന്നെ ഓപ്പൺ ആക്കാമെങ്കിലും കറൻസി പ്രിന്റിങ് അല്ലെങ്കിൽ മണി പ്രിന്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഏത് രാജ്യവും അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് മാത്രമേ അവരത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് എടുക്കുന്ന ഒരു നയങ്ങളും പ്രത്യേകിച്ച് നമുക്ക് ഏഹ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ അറിയുന്നില്ല. മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെ ആരും അറിയിപ്പിക്കുന്നില്ല. റിസർവ് ബാങ്ക് ഇത്ര കോടി നോട്ടുകൾ പ്രിന്റ് ചെയ്തു. അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില വിവരങ്ങൾ കിട്ടുമായിരിക്കും. കാരണം അത് എല്ലാ രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു വിഷയമാണ്. ആദ്യം സെൻട്രൽ ബാങ്ക്, അതായത് രാജ്യത്തുള്ള സെൻട്രൽ ബാങ്കാണ് അതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഗ്ലോബൽ ടെൻഡേഴ്സ് വിളിക്കും. ഗ്ലോബൽ ടെൻഡേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ലോകത്തുള്ള ഈ പറഞ്ഞ കറൻസി പ്രിൻറ്റേഴ്സ് എല്ലാം അവരുടെ ഈ കൊട്ടേഷൻ കൊടുക്കും. അതിനകത്തിലെ ഏറ്റവും ആ രാജ്യത്തിന് ഏറ്റവും അനുകൂലം തോന്നുന്ന കൊട്ടേഷൻ അല്ലെങ്കിൽ ബിഡ് അവർ സ്വീകരിക്കുകയും ആ രാജ്യത്തിന് കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ്. അപ്പം ഒരു രാജ്യം ഈ കറൻസി പ്രിന്റ് ചെയ്യുന്ന രാജ്യത്തെ തിരഞ്ഞെടുക്കുന്ന ചുമ്മാ അത് അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. കാരണം ടെക്നോളജി, അതുപോലെ സെക്യൂരിറ്റി, കപ്പാസിറ്റി, പ്രൈസ്, കോസ്റ്റ്, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അല്ല ചുമ്മാ ഒരു രാജ്യത്തിനെ ആ രാജ്യത്തിൻ്റെ കറൻസി പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കത്തൊന്നുമില്ല. അപ്പോൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസൈൻ ആ രാജ്യത്തിൻ്റെ ഏത് രാജ്യത്തിനാണോ കറൻസി പ്രിന്റ് ചെയ്യേണ്ടത് ആ രാജ്യം അവരുടെ സെൻട്രൽ ബാങ്ക് ആ കറൻസിയുടെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈന് മറ്റേവർക്ക് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് വളരെ സ്ട്രിക്റ്റ് സൂപ്പർവിഷനിലും സെക്യൂരിറ്റിയിലും ഒക്കെ തന്നെയാണ് എല്ലാ രാജ്യത്തും ഈ കറൻസി പ്രിന്റിങ് നടക്കുന്നതല്ല. സീരിയൽ നമ്പറൊക്കെ സെൻട്രൽ ബാങ്കിന് കൊടുക്കും. ഡെലിവറിക്ക് ശേഷം ഈ നോട്ടൊക്കെ പരിശോധിക്കും. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും കറൻസി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഡർ വിളിക്കുക. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ആഗോളപരമായിട്ട് ഗ്ലോബലായിട്ട് നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ 2025 ഇന്ത്യ 6372.8 കോടി രൂപ നോട്ട് പ്രിന്റിങ്ങിന് വേണ്ടി 2025 ഇതുവരെയുള്ള സമയത്ത്, ഇപ്പോൾ 2025 ഫിനിഷ് ആയില്ല, ഇതുവരെ ഇന്ത്യ ഈ വർഷം 6372.8 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. ഇത്രയും കോടി രൂപയുടെ നോട്ട് പ്രിന്റ് ചെയ്യുന്നില്ല, നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കോടി രൂപ ചിലവാക്കുന്നുണ്ടാണ്. അപ്പോൾ എത്രത്തോളം കോടി യൂണിറ്റുകൾ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഗ്ലോബലി ഒരു നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0.05 മുതൽ 0.20 വരെ ഡോളറാണ്. ഏകദേശം നമ്മുടെ ഒരു 5 പൈസ മുതൽ 20 പൈസ വരെ ഒന്ന് കൂട്ടിക്കും. അതായത് സോറി, ഇതിപ്പോൾ ഡോളർ ടൈമിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ റുപ്പി ടൈമിൽ 4 മുതൽ 16 രൂപ വരെയാണ്. 4 മുതൽ 16 രൂപ വരെ ഒരു നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി, ഏത് നോട്ട്. പക്ഷേ ഇത് നോട്ടുകളുടെ എണ്ണം കൂടുന്തോറും നമുക്കറിയാം ഈ ഏതൊരു പ്രോഡക്റ്റും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതോറും അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. പിന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ പ്രൈസ് വേരിയേഷൻ ഉണ്ടാകും. ഇന്ത്യയിൽ കോസ്റ്റ് ഓഫ് പ്രിൻറ്റിങ് ലോവറാണ്, പക്ഷേ ഈ ടോട്ടൽ വോളിയം കൂടുന്നത് കാരണം അതിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുന്നതാണ്. ഏകദേശം 1 ബില്യൺ നോട്ട് ഇന്ത്യ അപ്രോക്സിമേറ്റ്ലി പ്രിന്റ് ചെയ്യാറുണ്ട് എന്നാണ് കണക്ക്. റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് 2023-24 ഇന്ത്യ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ, അല്ല ഇത്ര രൂപയുടെ നോട്ടൊന്നല്ല. 2023-24 ഇന്ത്യ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി 5101 കോടി രൂപ ചിലവാക്കിയെന്നാണ് പറയുന്നത്, നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രം. 24-25 6372.8 കോടി രൂപ. അതാണ് നമ്മൾ മേളിൽ പറഞ്ഞ് 25 എന്ന് പറഞ്ഞത്. 24-25 24 മുതൽ, അതായത് 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ 6372. അപ്പം ചിലവ് കൂടുന്ന ചിലപ്പം പ്രിന്റ് ചെയ്ത നോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കും. ചെറിയ നോട്ടുകൾ, അതായത് 10, 20 ഡിനോമിനേഷനുള്ള നോട്ടുകൾ അവർ കൂടുതൽ ചിലവുകളുണ്ട്. കാരണം അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതുകൊണ്ട്. 6 മുതൽ 12 മാസം വരെയുള്ള ലൈഫ് സ്പാന്, ജീവിത ദൈർഘ്യമൊക്കെ ഉള്ള ഈ നോട്ടുകൾക്ക് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് നമുക്കറിയാം സാധാരണ 500 അല്ലെങ്കിൽ അതുപോലുള്ള നോട്ടുകളിനേക്കാൾ പെട്ടെന്ന് ഈ പറഞ്ഞ
ലോവർ ഡിനോമിനേഷണൽ നോട്ടിലൊക്കെ എന്താ ചെയ്യുന്നത്, ഈ ഡാമേജ് പറ്റാറുണ്ട്. പക്ഷേ ലാർജർ നോട്ട്സ് 500 മുതൽ 500ഉം 2000 അല്ലെങ്കിൽ അതിന് 500 1000 2000 നോട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് കൂടുതൽ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. ആർ ബി ഐയുടെ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത്, അല്ലെ ആർ ബി ഐ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത് നാസിക്, ദേവാസ്, മൈസൂർ ഈ പറഞ്ഞ പ്രസ്സുകളിലൊക്കെയാണ്. അപ്പോൾ ഫോറിൻ രാജ്യങ്ങളിൽ പ്രിന്റ് ചെയ്യുന്ന ചിലവിനേക്കാൾ 20 മുതൽ 30% വരെ ഇന്ത്യൻ പ്രസ്സുകളിൽ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നതിന് കൂടുതലാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ഇന്ന് മറ്റ് മേഖലകളെല്ലാം പിന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത് പോലെ നോട്ട് കറൻസി പ്രിന്റ് ചെയ്യുന്ന മേഖലയും ഇപ്പോൾ ചൈനയുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സ്വാധീനത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ ഏഷ്യയിലെ, സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ചൈനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഈ മറ്റു പല രാജ്യങ്ങളും ഒരുപക്ഷെ നമുക്കറിയാം, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒത്തിരി രാജ്യങ്ങൾ തീർച്ചയായിട്ടും ചൈനയുടെ പ്രസ്സിൽ കറൻസി പ്രിന്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ട് അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു അവരുടെ മാർക്കറ്റ് ഷെയറിനകത്തിൽ വലിയൊരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.